നമുക്ക് പൈലറ്റെല്ലാം ഉണ്ട് കേട്ടോ മുമ്പിൽ പോകുന്ന നമ്മളെ വഴികാട്ടി ഇപ്പം ഒരു കിടിലം വീഡിയോ ഇതേതാ പൊസിഷൻ ഈ നീ പറയുന്ന പോലെയല്ല എനിക്ക് നല്ല പേടിയാ വീണിട്ടുണ്ടെങ്കിൽ പല്ലും മൂക്കെല്ലാം ഒന്നാവും. കുറച്ചു കാലം അവളെ വീട്ടിൽ പോയി നിന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ പൊന്നമ്മ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ കരിഞ്ഞ ചെടിയായത്. ചായപ്പൊടി ഇപ്പം കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ കുടിച്ചോണ്ടെന്നാണ്. ഇപ്പം ചായ കുടിക്കയില്ലേ, ഒരു പാലും വെള്ളം മാത്രമേ കൂച്ചു. ഭാഗ്യോ ഒരു ഉമ്മയും കൊടുത്തേ. ഹലോ എല്ലാവർക്കും, അപ്പോൾ പുതിയൊരു വീഡിയോയിലൊക്കെ സ്വാഗതം. അൻവി പറയുന്നില്ല, അൻവി നിങ്ങൾ ബാക്ക് കാണുന്നുണ്ട്. ഞാൻ ഇതാ ഉറക്കലും തെളിഞ്ഞ് പല്ല് തേച്ചിനേ ഉള്ളൂ കേട്ടോ, മുഖംബര കഴിയിട്ടൊന്നുമില്ല. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉറക്ക എണീച്ചിട്ടുള്ള ഒരു കോലത്തിലാണുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എടുക്കേണ്ട വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ എടുത്തത്. അൻവി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കലാണ്. പിന്നെ കൊണ്ടാക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ കൊണ്ടാക്കൽ ഞാനായിരുന്നു. വന്നു കഴിഞ്ഞാൽ സായാപ്പിനും ഏമയും കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടാക്കാൻ വേണ്ടി പോക്കാന്ന് യാതൊരു വിലയുമില്ലാണ്ടാക്കിയോ എന്നെ. ഇതാ അപ്പോൾ മുമ്പിൽ കയറി അവർ പോകാൻ വേണ്ടി നോക്കലാന്ന്. സ്കൂൾ ബസ് തൊട്ടേ അപ്പുറത്തു. ഇത് നീയാണോ സ്കൂളിൽ പോകുന്ന ഓനാണോ? ടാറ്റ പറഞ്ഞ ടാറ്റ. ആ അത്ര ചിരിച്ചാൽ മതി, അടിപൊളി. അത്ര തന്നെ ചിരിച്ചത് ഭാഗ്യോ. ഒരു ഉമ്മയും കൊടുത്തേ. അപ്പോൾ ഞാൻ വേഗം തന്നെ സൈക്കിൾ എടുത്തിട്ട് വെറുതെ ഒന്ന് പോട്ടെ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ പറഞ്ഞേട്ടാ രാവിലെ കൊണ്ടാക്കാൻ വരാം. വേണ്ടോ സായിയപ്പോൾ കൊണ്ടാക്കിയാൽ മതി. എൻ്റെ അപ്പോഴത്തെ കരച്ചിൽ. ഓനെ 2 ദിവസം ലീവ് കഴിഞ്ഞിട്ട് പോകാൻ പിന്നെ ഭയങ്കര മടിയായിരിക്കും. അതായത് ശനി ഞായറല്ലേനാ, പിന്നെ തിങ്കളാഴ്ചയാണ്. വീഡിയോ ചിലപ്പം കുറേ ലേറ്റായിട്ട് വരും. അപ്പോൾ തിങ്കളാഴ്ച 2 ദിവസം കഴിഞ്ഞിട്ട് അവന് പോകുമ്പോൾ ഭയങ്കര മടിയാണ്. അത് പണ്ടേ ഉള്ളത് അവന്. അടുപ്പിച്ച് 2 ദിവസം പോകണമെന്നാൽ പിന്നെ കഴിഞ്ഞ്. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ കേട്ടോ, 100 മീറ്റർ താഴെയാണ് സ്കൂൾ ബസ് വരിക. ആ പാർത്തുമ്പോൾ ഒന്ന് പോകാനാണ് ഈ ചടങ്ങ് തേച്ചും കണ്ട്. ഒരാൾ ഒറ്റക്ക് പോയാൽ പോരാ, അവന് മിനിമം 2 ആളെങ്കിലും എല്ലാ ദിവസവും പോകണം ഒപ്പരോ. ഒന്നിക്കിൽ സാഹചര്യം ഇല്ലാത്തവരെ ഏമ അല്ലെങ്കിൽ അമ്മമ്മ അല്ലെ അമ്മ, ആരെങ്കിലും ഒരാൾ 2 ആൾ എന്തായാലും വേണം അപ്പുറം ഇപ്പുറം. അപ്പം ഞാൻ വെറുതെ നമ്മളെ ശകടത്തിൽ ഞാനൊന്ന് നടത്തും വരെ പോയിട്ട് ഒറ്റവേക്കിൽ ഞാൻ വന്നത് അവരറിയില്ല. ഒരാളുടെ സൈഡിൽ അനീനെ ബസ് കയറ്റാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇത് കേട്ടോ ഞാൻ വന്ന റോഡ് നമ്മളെ റോഡായത്. ഇവിടുത്തെ വരെ സ്കൂൾ ബസ് വരും. ഇപ്പോൾ ഇതാ അൻവിയും സായിച്ചും നിങ്ങൾ കാണുന്നുണ്ടാ? ആളെ നിന്നിട്ടുണ്ട് ഞങ്ങൾ ആളെ നിന്നിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരാൾ സ്കൂട്ടി പഠിക്കുന്നുണ്ട് കേട്ടാ. വീടാതെ ഇവിടം വരെ എത്തിയാൽ നിങ്ങൾ അടിപൊളി. ഓ അൻവീനെ കൊണ്ടാക്കാന്നുള്ള വ്യാജേന ഇവിടെ വരുമോ, ഇവിടെ നിന്നിട്ട് രാവിലെ തന്നെ സ്കൂട്ടി പഠിപ്പിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അൻവീൻ്റെ ബസ് വന്ന് കരയാണ്ടിക്കടേ. ആ ചേട്ടാ കരയാണ്ടിരുന്നാൽ ഓക്കെ. നോക്കട്ടോ കരയാണ്ടിരിക്കും. ഓക്കെ ആയി. അവിടുന്ന് രാറ്റ പറയുന്നുണ്ട്. അത് ഇവളെന്നെ എടുക്കുന്നേ. ഓ ഞാൻ പോകുന്ന കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് എത്തിയാ ഞാനും വരുന്നാണ്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്നേഹമയ്യായ ഭാര്യ ഇരിക്കുന്നവരേക്ക് സൈഡിലായിക്കോ. നമുക്ക് പൈലറ്റെല്ലാം ഉണ്ട് കേട്ടോ മുമ്പിൽ പോകുന്ന നമ്മളെ വഴികാട്ടി. നിർത്തിക്കോ. നമ്മളങ്ങനെ സേഫ്റ്റി നോക്കി നിർത്തി അങ്ങനെയല്ലേ എടുക്കുള്ളൂ വണ്ടിയെല്ലാം പോകുമ്പോ. അതിനെടുത്തോ വീഴല്ല. വീണിട്ടുണ്ട് അതുപോലെ ഞാൻ വീഡിയോ അങ്ങനെ ഇടൂ. എന്നെ ഇടൂ ഉണങ്ങെത്തിയേട്ടാ. മെല്ലപ്പോ മെല്ല
കണ്ടാ ഏ ഇട ക്ലിയർ Excuse me. നീ വേണ്ടത്തെ മണിക്കല്ല വീണിട്ടൊന്നുമില്ല. അല്ല ഇത് ടയർ ഞാൻ പറയുന്നത് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഓടിക്കരുത്. ബാക്കി ഞാൻ കൈമാറി ഈ റോഡ് ഇപ്പൊ കാവിലെ പോലും ഒരു ദിവസം അടിച്ചാണ് ഈ കൊണ്ടിട്ടെന്നാ പറഞ്ഞേ. അപ്പൊ രണ്ടാളും കൂടി വേണ്ട. അമ്മ ഞാൻ തന്നു സൈക്കിൾ എടുത്തിട്ട് പോരി കേട്ടോ. നീ ഓക്കെ തള്ളിക്കൊണ്ട് പോരി. ഇത്ര ദൂരേ ഉള്ളൂ. ഇത്തിരി നേരം വഴി കാണിച്ചു കൊടുത്തോണ്ട് നീ ബാക്കി തള്ളിക്കോ. പോട്ടെ നമ്മളങ്ങോട്ട് നല്ല പാട്ടാ. അപ്പോൾ അഞ്ചീനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചെടുത്തായി. ഇഡലി ഇഡലി ഞാൻ കൊണ്ടുവന്ന മറ്റേ ഇന്നലെ കൊണ്ടുവന്ന പാക്കറ്റ് പൊടീൻ്റെ അകത്ത് നക്കിയിട്ടില്ല. അതായിരിക്കും ഇത്. അത് പ്രത്യേക രുചിയാന്ന് അതിന് അല്ലേ അമ്മേ? ഞാൻ കഴിച്ചോ? ഓ അടുക്കളയിൽ വരുമ്പോൾ അപ്പാട് മുമ്പിലേക്ക് കൂടി ഓടി വന്നിട്ട് മുമ്പിലോട്ടെല്ലാം കയറുമ്പോൾ ഞാനും ഉണ്ട് കാണിക്കാൻ. അടുക്കളയിൽ ഒന്നുമില്ല, പ്ലേറ്റ് എടുത്താൽ എന്തേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്താണ് ഇഡലിയാ? ഇഡലിയും ചമ്മന്തിയും അല്ല ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും ആശുപത്രി എല്ലാവരും ഒരു ക്യൂട്ട് ചിരി എന്ന് പറയണേ. വിങ്ങിയതുണ്ടോ? എനിക്ക് എടാ മുട്ട നമ്മൾ ഡെയിലി മുട്ട കഴിക്കലുണ്ട് കേട്ടോ ഞാൻ. അല്ലേ എനിക്ക് എന്നും പുയ്യോട്ടെ നാടൻ മുട്ട അല്ല തോട് കളറ് കാണുന്നുണ്ട്. നാടൻ മുട്ട സാധാരണ കഴിക്കാറ്. ഇന്ന് നാടൻ മുട്ട കിട്ടാത്തതുകൊണ്ട് നമ്മള് അരി വയറിയാടിയിട്ടുണ്ടെന്നോ. ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഇത് കണ്ടോ? ഇതാരാ കൊണ്ടുവന്നതെന്നും കൂടി കണ്ടോ? ഇത് ആയിരിക്കാന്നുള്ളതും കൂടി കണ്ടോ? ചായപ്പൊടി ഇപ്പം കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ കുടിച്ചോണ്ടെന്നാണ്. ഇപ്പം ചായ കുടിക്കയില്ലേ, ഒരു പാലും വെള്ളം മാത്രമേ കൂച്ചു. അല്ലേ അമ്മേ? കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്. പാവോ അമ്മ എന്നാ കൂച്ചി, പാലും വെള്ളം കൂച്ചി. ഇതെന്നാ സാധനം? ചമ്മന്തി 3 വെച്ചിട്ടുണ്ട് ഞാൻ. കേട്ടോ അയ്യോ. അപ്പൊ ഏതായാലും ഇന്ന് സത്യം പറഞ്ഞാൽ ഇതൊരു എനക്കറിയില്ല. ഇത് ഞാൻ വെറുതെ അന്യ സ്കൂളിൽ പോകുമ്പോൾ എടുത്തിയാണ്. അപ്പൊ ഏതായാലും ഇതങ്ങ് എടുത്തേക്ക. ചായ കൂടി, ഉച്ചക്കത്തെ ചോറ് തിന്നല്. ഓ എല്ലാം ഭയങ്കര കണ്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക എല്ലാ ദിവസവും. വേറെ നമ്മള് ഒന്നും പറയുന്നില്ല. വെറുതെ പിന്നെ അന്യ ഇങ്ങനെ രാവിലെ പോകുന്ന സമയത്ത് ഒരു വെൽക്കം പറഞ്ഞു തുടങ്ങിയില്ല. ഏതായാലും ചായ കുടിക്കുന്നതെല്ലാം അങ്ങ് എടുത്തേക്കാം. നോക്കാം അത്ര സമയം വരെ എടുക്കും നോക്കട്ടെ. ഒരു 10 മിനിറ്റ് ആയിട്ടെങ്കിൽ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാം. ഒന്നുമില്ലപ്പാ, രാവിലെ തന്നെ ആക്കി. ഇന്റെ ചെടീന്റെ ഇത് കണ്ട എല്ലാരും ഇരുന്ന് കാണട്ടെ. ആ ചെടീന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയട്ടെ. ഇവിടെ എല്ലാ കൊല്ലം ക്രിസ്മസ് ഇപ്രാവശ്യം ക്രിസ്മസിന് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് കരിഞ്ഞ ചെടിയുടെ മുകളിൽ ഇതിന് ഇനി ബാക്കിയാവില്ലല്ലോ. ഇത് ഇതിന്റെ കൂടെ വാങ്ങിയ മറ്റേ സാധനം കണ്ട. ഇത് ഏകദേശം ആയ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ ഈ മഴക്കാലമായിട്ട് പോലും ഇതിങ്ങനെ കരിയണ്ടിക്കല് നീ അതിനെ തീരെ നോക്കുന്നില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. നീ ഇല്ലാതരം കരിഞ്ഞല്ല, നീ ഇല്ലാതരം കരിഞ്ഞ. പാവം ഓള് കുറച്ചു കാലം അവളെ വീട്ടിൽ പോയി നിന്ന സമയത്ത് എൻ്റെ അമ്മ, എൻ്റെ പൊന്നമ്മ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ കരിഞ്ഞ ചെടിയായത്. അത് ഈ സ്റ്റെപ്പമിലാണ് കേട്ടോ. ഈ സ്റ്റെപ്പമിൽ ഇതാ ഇത് വെച്ച പോലല്ലോ, ഇത് കുറച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ വീട് നോക്കുമ്പം വെള്ളം ഒറ്റപ്പിടി തട്ടാണ്ട് അങ്ങനെ അവസ്ഥയിലെത്തിപ്പോയി അല്ലേ. അപ്പോൾ അവൻ്റെ മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കാത്തു സൂക്ഷിച്ച് ഈ ഒരു സാധനം ഞാൻ പോകുന്നതിനിടയ്ക്ക് നല്ലൊരു ഷേപ്പിലേക്ക് ഇതിനെ ഞാൻ മാറ്റുന്നതായിരിക്കും. കട്ട് ചെയ്തിട്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളിട്ട് കാണിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇപ്പോൾ പറയൂ. വീഡിയോ എടുക്കണ്ട,
എന്നൊക്കെ പറയും. നോക്കാം നമുക്ക്. ഇതെന്നാ എച്ചൂട്ടൻ മൂത്രയിച്ചത് അതിൻ്റെ കുപ്പായത്തമ്മിൽ ഫുള്ള് എച്ചൂട്ടെല്ലാം മൂത്രയിച്ചിട്ട് ഇന്നലെ വന്ന പാടന്നെ എൻ്റെ മേത്ത് ഫുള്ള് മൂത്രയിച്ചിട്ട് ഓൻ്റെ കന്നിമൂത്രം എനിക്ക് കിട്ടിയേട്ടാ. കന്നിമൂത്രം എന്ന് വെച്ചാൽ എൻ്റെ മേത്ത് വരുന്ന ഫസ്റ്റത്തെ മൂത്രം, അതിനെ ഞാൻ ഉദ്ദേശിച്ച കന്നിമൂത്രം. ഇന്നലെ എനിക്കത് കിട്ടി. അപ്പം അങ്ങനെയുള്ള ഇന്ന് ഞാൻ എന്തിനേലും എടുക്കുന്നത് വെച്ചാൽ ഒരു പിടുത്തമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് തുടങ്ങിപ്പോയാണ്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരാളിപ്പം ഒരു കിടിലം വീഡിയോ ഇതേതാ പൊസിഷൻ ഈ നോക്കറോ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ള അവസ്ഥ ഇതെല്ലാം നോക്കറോ. ആരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതെല്ലാം അവസ്ഥ? ഇതാണ് വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ആരെങ്കിലും വരുന്ന സമയത്ത് ഞാനുണ്ടല്ലോ എൻ്റെ ഇന്നലത്തെ പണിയായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഒരു ബനിയും കിട്ടൂല ഇടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കാണൂല. എന്നിട്ട് ഞാൻ തന്നെ ഇന്നലെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ ഫുള്ള് സെറ്റ് ചെയ്ത് ഡോർ അടച്ചിട്ടുള്ള ഞങ്ങൾ നല്ല എന്തെല്ലാം കെട്ടി വെച്ച് ഒന്ന് ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി ഞാൻ വെച്ച സംഭവം അത് ഇപ്പോൾ കണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ഞാൻ കാണിച്ചു കൊടുത്താണ് ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ടത്. ഇനി മൊത്തം എൻ്റെ ഇന്നത്തെ പണിയെന്ന് അറിയും. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ പണിയാണ് ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കാണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റണം. ഇതെല്ലാം ഞാൻ വരണം എന്നാലേ ഇതെല്ലാം വൃത്തിയാവും. ഇവർ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇങ്ങനൊരു ഞാനിപ്പോൾ വന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഞാൻ പിന്നെ പോയി ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആദ്യം ഇതേപോലെയാവും. എന്നിട്ട് ആദ്യം ഞാൻ എല്ലാം വൃത്തിയാക്കും, പോവും, വീണ്ടും ഞാൻ ഇതേപോലെ വരും. അതുവരെ ഇങ്ങനെ വീട് കടന്നിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് നടക്കും ഇവിടുന്ന്. സായിജി ജോലിക്കും പോയി, ഓളും ജോലിക്ക് പോയി, രണ്ടാളും പോയി. അപ്പോൾ അതിന് ശേഷം വൈകുന്നേരം ഇപ്പം ഫ്രീ ആയി. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. വീഡിയോ എടുക്കൽ ഒറ്റയ്ക്ക് കുറച്ച് എനക്ക് മടിയാണ്. അപ്പോൾ ഞാൻ ഏതാണ്ട് വിചാരിച്ച് ഇവിടെ ബുള്ളറ്റ് ഓടിക്കുന്നതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബുള്ളറ്റ് എടുക്കുന്നതെല്ലാം ഒരു എന്താ പറയുക, ഒരു മഹാഭാരതേനോ എടുത്തതും ഓടിച്ചതും അല്ല. ഇപ്പം സ്കൂട്ടി ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ അൻവിനെ കൂട്ടാൻ വേണ്ടി വന്നത്. ആ സമയത്ത് സ്കൂട്ടി ഒന്ന് ലെവലാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സൈഡിൽ തോടുണ്ട്. ഇനി ഈ സൈഡിൽ പോവോ ഈ സൈഡിൽ പോവോ എന്ന് എനിക്കറിയില്ല. നീ ചിരിക്കണ്ട, നീ മല്ലൊന്ന് ലൈസൻസ് എടുത്ത് വെച്ച പാടായതുകൊണ്ട് അന്നേരം കുറച്ചറിയായിരുന്നു, കുറച്ച് ഓടിച്ചിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഓടിക്കാണ്ടെന്നുകൊണ്ട് തീരെയാകുന്നില്ല. അന്നേരം പറക്കലുണ്ട് വരും. ഒരു ഷോർട്സിൽ ഞാൻ ഇട്ടായിരുന്ന നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നത് മറ്റേ ബുള്ളറ്റ് എടുത്ത് പോകുന്ന രേശുവിനെ നമുക്കറിയാമെന്ന്. ബുള്ളറ്റ് എങ്ങനെ എടുത്ത് പോയത് എനിക്ക് മാത്രമേ അറിയൂ. ഇതേതായാലും ഏതായാലും വൈകുന്നേരം പഠിക്കുന്ന ഞങ്ങളെ കാണിക്കുന്നില്ല, പഠിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കാരണം ഇത് എൻ്റെ ക്ഷീണമായി പോയി. ഞാൻ കുറച്ച് തലവള് നല്ല വൃത്തിക്ക് ഓടിക്കാനായി. നീ ഒന്ന് മല്ലൊന്ന് മൂവാക്കിയട്ടെ. ഇതാ വല്ല ബ്രേക്ക് പിടിച്ച മതി. നിർത്തിയാ നിർത്തുന്നില്ല എന്നാണ്. ബ്രേക്ക് പിടിക്കണേ, കുറക്കണേ രേശു. തമാശല്ല, കുറക്ക്, എനക്ക് പേടിയാന്ന്. നിർത്തി രേശു. നീ ബ്രേക്ക് പിടിച്ച വീകുവേ, ഒറ്റയടിക്ക് പിടിച്ചാലേ. നല്ല പിടിക്കണേ, കുറക്കുന്നു. നീ പറയുന്ന പോലെയല്ല, എനിക്ക് നല്ല പേടിയാ. വീണിട്ടുണ്ടെങ്കിൽ എന്റെ പല്ലും മൂക്കെല്ലാം ഒന്നാവും. നല്ലവാ, കറക്റ്റ് ഇവിടെ നിർത്ത്. ഇവിടെ കറക്റ്റ് നിർത്തിയാട്ടെ. അപ്പാട് കാല് കുത്ത്. വണ്ടി പഠിപ്പിക്കാൻ ആദ്യം വേണ്ട നല്ല ക്ഷമയാണ്. എനക്കങ്ങ് ഒട്ടും ഇല്ലാത്ത സാധനം. നല്ല ടെൻഷനുണ്ട്. ബേക്ക് കയറാൻ പേടിച്ചിട്ടാണ് കയറാത്ത കേട്ടാ. ആണോ? വാ, അൻവി ഇപ്പോൾ എത്തും കേട്ടോ. അൻവീൻ്റെ സ്കൂൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് വെറുതെ ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ച്. ആ നല്ല വാ, കറക്റ്റ് ഇട് നിർത്തിയാട്ടെ. നിർത്ത്, കാല് കറക്റ്റ് കുത്ത്. ആ തന്നെ. ഇപ്പോൾ കാല് കുത്താൻ പഠിച്ചില്ലേ? വേണ്ടടാ ഒരു മിനിറ്റ്, ആ ബാഗ് കുടിക്കാം. ചീലി അൻവി രാവിലെ കൊണ്ടാക്കി അൻവിനെ വൈകുന്നേരം കൂട്ടുകയും ചെയ്തല്ലേ അവി? എടാ എന്നപാട് ഷർട്ടെല്ലാം വെളിച്ചം കയറാന്ന്. ട്രൗസറിൽ അയക്കുന്ന ഞാനിത് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അൻവി ഞാൻ ചാടുന്നേ, ഈ ട്രൗസർ അയക്കില്ല, ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. എടാ വീഡിയോ എടുക്കുന്നുണ്ട്. എടാ വീഡിയോ ഇതാ എല്ലാവരും കാണുവേ. അവൻ എല്ലാവരും കാണുവേ. ട്രൗസർ അയച്ചാൽ എല്ലാവരും കാണും. എന്നാ നീട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. എനക്കെന്നാ നോക്കട്ടെ. ഇതാ ഞാൻ എല്ലാവരും കാണിക്കും. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അയക്കണ്ട. ഷണ്ടി ഉണ്ടെങ്കിലും ഞാൻ കാണിക്കും. ഷണ്ടി ഉണ്ടെങ്കിലും നാണക്കേടാണേ. എല്ലാവരും കാണും. ആ മൂത്രം വെച്ചോ. ഓൻ്റെ മൂത്രപ്പൊരി കേട്ടോ ഇത്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ.
മൂത്രയ്ക്ക് കാണിച്ചു കേട്ടെ. അപ്പോൾ രാവിലെ അനുഭവം സ്കൂളിൽ പോകുമ്പോൾ എടുത്ത് അവൻ തിരിച്ച് വരുമ്പോൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ നടുക്ക് ഉച്ചക്ക് ചോറ് നിന്നിട്ട് സായിച്ച് അവൻ്റെ ജോലിക്ക് പോയി. രേഷ്മ 2 മണി കഴിഞ്ഞപ്പോൾ ഓളിയും പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ടൗണിലെല്ലാം പോയിട്ട് വന്ന്. രേഷ്മ അപ്പം ബൈ ബൈ പറഞ്ഞോട്ടെ. ആരോടെ ചേട്ടാ ഞാൻ നിൻ്റെ എല്ലാം എടുത്തിന്. അപ്പം എല്ലാവരോടും